നിങ്ങൾ സാലറിഡ് ആയിട്ടുള്ള ഒരാളാണ്, എത്രയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ 50-30-20 റൂൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക്. നിങ്ങളുടെ സാലറിയുടെ 50% നിങ്ങളുടെ നീഡ്സിന്, അതായത് നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് റിക്വയർഡ് ആയിട്ടുള്ള ഗ്രോസറീസ്, ബില്ലുകൾ, ഹോം ലോൺ ഇ എം ഐ മാത്രം, പിന്നെ അല്ലെങ്കിൽ റെൻറ്റ് പോലുള്ള കാര്യങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്യുക. 30% നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ, നമുക്ക് ഈറ്റിംഗ് ഔട്ട്, ഫ്രണ്ട്സുമായിട്ട് പുറത്ത് പോവുക, വെക്കേഷന് പോവുക, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. ബാക്കിയുള്ള 20% നമ്മൾ സേവ് ചെയ്യുക. എല്ലാ മാസവും സാലറി വരുമ്പം നിങ്ങൾ ചിലവാക്കിയിട്ട് ബാക്കിയുള്ളത് സേവ് ചെയ്യാതെ ആദ്യം സേവ് ചെയ്തിട്ട് ബാക്കി ചിലവാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സേവിങ് ഹാബിറ്റ് വരും. പതിയെ എത്ര എമൗണ്ട് ആണെങ്കിലും നിങ്ങൾക്കിപ്പം ഉടനെ തന്നെ 20% സേവ് ചെയ്യാൻ പറ്റില്ല എങ്കിലും ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾ സേവ് ചെയ്ത് തുടങ്ങുക. ആ സേവിങ് ഡിസിപ്ലിൻ തുടങ്ങുക. ആ പതിയെ ആ ഒരു 20% മാർക്കിലെത്തുക. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ബാലൻസ് നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ പറ്റും. അതായത് 20% വേണമെങ്കിൽ 25 ആക്കാം, അല്ലെങ്കിൽ 30 ആക്കാം. നിങ്ങൾ കംഫർട്ടബിളാണ്. പക്ഷേ ഒരിക്കലും ലൈഫ് സ്റ്റൈലോ ഹാപ്പിനെസ്സോ സാക്രിഫൈസ് ചെയ്യരുത്. എന്ന് വെച്ചാൽ ഓവർ സ്പെൻഡ് അല്ല ഞാൻ പറഞ്ഞത്. നമ്മളുടെ സന്തോഷം തരുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ഒരിക്കലും സാക്രിഫൈസ് ചെയ്ത് ഫ്രൂഗലി സേവ് ചെയ്യുന്നതിലൂടെ എനിക്ക് ഒരിക്കലും താല്പര്യമില്ല. നമുക്ക് ആഗ്രഹമുള്ളതൊക്കെ ചെയ്യുക, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ അടുത്തവരേക്കും ബൈ.